ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ എന്നാൽ സിമ്പിളായിട്ടൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ, ക്യാരറ്റും എടുത്തിട്ടുണ്ട്, കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യണം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെക്ക് ഒരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഗ്രീൻ പീസും എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ടേസ്റ്റ്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച്, കടുകൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആ ഒരു ചിക്കനൊക്കെ സ്റ്റൂ ഒക്കെ ചെയ്യുമല്ലോ, ആ ഒരു രീതിയിലാണ്. എന്നാൽ പാലിന് പകരം അരപ്പാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സ്പൈസസ് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ബേ ലീഫ്, പട്ട, ഏലക്ക, അങ്ങനെ കുറച്ച് ഗ്രാമ്പൂ എല്ലാം കൂടെ മൂക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പല രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ചതച്ചാണെങ്കിലും ചേർക്കാറുണ്ട്. പിന്നെ വഴറ്റാനായിട്ട് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സബോള മൂക്കണമെന്നില്ല. നമ്മൾ കുക്കറിലിട്ട് നമ്മൾ നല്ലോണം അടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് നേരം മൂക്കണ്ട. ഒരു പകുതി മൂപ്പ് വരെ നമുക്കൊന്ന് വഴറ്റിയാൽ മതി. വേണ്ട, നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അതൊന്ന് പകുതി വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം. പൊടികളായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മളെ ഗരം മസാല, മുളക് പൊടി ഇടത്തില്ല. അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്തിടുന്നത് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റി യോജിപ്പിക്കാം. എരിവിന് നമ്മൾ പച്ചമുളകും കുരുമുളകുമാണ്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നമുക്കത് ചേർത്ത് കൊടുക്കാം. കാരണം തേങ്ങ അരപ്പ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് മധുരം മുന്നിട്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എരിവ് ചേർത്ത് കൊടുക്കണം. പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് നല്ലോണം വാഷ് ചെയ്തത് അതിലേക്ക് ചേർത്ത് കുറച്ച് നേരം ആ ഒരു മസാല ഒന്ന് പിടിക്കുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോഴേ വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് അതൊന്ന് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് എല്ലായിടത്തും പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. കണ്ടോ? അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 3-4 ഫിസിൽ അടിക്കും. അതിന് ശേഷം അപ്പം നല്ല രീതിയിൽ കുക്കായി കിട്ടും. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ കുറച്ച് കാഷ്യൂനിട്ട് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. വേറെ ഒരു മസാലകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് രണ്ടും മാത്രമാണ് അരച്ച് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ച് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? അതിലേക്ക് നമ്മുടെ അരപ്പ് കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുതിർത്ത് കിട്ടും. അതിനുശേഷം ആ ഒരു ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ മാത്രമാണ്, തീരെ പൊടിക്കായിട്ടുള്ള വെള്ളം മാത്രമാണ് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് നമുക്ക് മാറ്റാം. കണ്ടോ? ഇനി നമുക്ക് കുറേ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് സ്പൈസി ആയിട്ടല്ല ഞാനിവിടെ ഉണ്ടാക്കിയത്. മോന് സ്കൂളിലേക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.